അമ്മയുടെ കഷ്ടപ്പാടാണ് പെട്ടെന്ന് മാതൃദിനം എന്ന് പറയുമ്പോൾ ഓർക്കുന്നത്. അമ്മയെ കൂട്ടിയിട്ടാണ് വന്നത്. ഇന്ന് അമ്മയ്ക്ക് വേണ്ടി വന്നത്. ഈ കാലം മുഴുവൻ എന്നെ സംരക്ഷിച്ചതൊക്കെ എൻ്റെ ഉമ്മയാണ്. അപ്പോൾ അവരാണ് എൻ്റെ ജീവിതത്തിലെ വെളിച്ചം. നമുക്കൊരു ആപത്ത് വന്നാലും അമ്മയെന്നല്ലേ വിളിക്കുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ ദൈവതുല്യമാണ്, ഈശ്വരതുല്യമാണ്, ഗുരുവാണ്, ഈശ്വരാണ്, എല്ലാമാണ്. അമ്മയില്ലാതെ നമ്മളുണ്ടാവില്ലല്ലോ. അപ്പോൾ അമ്മയാണ് ഏറ്റവും ബെസ്റ്റ്. ചെറുപ്പം മുതൽ അമ്മയില്ലാണ്ട് ഒന്നും പറ്റില്ല. വീട്ടിലാണെങ്കിലും അമ്മൻ്റെ ഒരു പ്രസൻസ് നമുക്ക് വേണം. മാതൃസ്നേഹം പറയുമ്പോൾ അത് വേറെ ആരും എന്ത് സ്നേഹിച്ചാലും അതിൻ്റെ അത്ര നമുക്കൊരു സെക്യൂറും എല്ലാ കാര്യം തുറന്നു പറയാനുള്ളതൊക്കെ ഒരു ഉമ്മാൻ്റെ ഒരു കഷ്ടപ്പാട് മാത്രമാണ് പെട്ടെന്ന് ഓർക്കുന്നത്. അമ്മയുടെ കഷ്ടപ്പാടാണ് പെട്ടെന്ന് മാതൃദിനം എന്ന് പറയുമ്പോൾ ഓർക്കുന്നത്. അമ്മയെ കൂട്ടിയിട്ടാണ് വന്നത്. ഇന്ന് അമ്മയ്ക്ക് വേണ്ടി വന്നത്. അമ്മ കൂടെ ഇതമ്മ അമ്മയെ കൂടെ അമ്മ പോരുന്നെന്ന് സമയമില്ലാണ്ട് അമ്മ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വന്നു. ഇന്ന് അമ്മയുടെ കൂടെ ഒരു ദിവസം ചിലവഴിക്കാമല്ലോ എന്ന് ഓർത്ത. അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ഞാനും അമ്മയും വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കൂട്ടക്കാർ. ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ? അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇപ്പം അമ്മയ്ക്ക് വയ്യല്ലോ, പ്രായമായി. ഞങ്ങൾക്ക് അമ്മയുടെ കൂടെ ഞങ്ങൾക്ക് ഒരു ദിവസം ചിലവഴിക്കാൻ കിട്ടുക. ഞങ്ങളോടുള്ള ആ കഷ്ടപ്പാട് ഞങ്ങളെ വളർത്തി ഇത്ര ആക്കി, അതാണ് ഏറ്റവും വലുത്. കഷ്ടപ്പാട് വളർത്തിയ ഒരു ഓർമ്മകൾ അങ്ങനെയൊക്കെ വരുന്നു. പിന്നെന്താന്ന് വെച്ചാൽ അമ്മയാണല്ല. അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പ പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മരിച്ചു വരുന്നു. പിന്നെ എന്നെ വളർത്തിയത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ അവരാണ് എൻ്റെ അന്ന് ഉപ്പയും ഉമ്മയും ഒക്കെ അവരായിരുന്നു, മാതാപിതാവ് ഒക്കെ അവരായിരുന്നു. അവരാണ് എന്നെ സംരക്ഷിച്ച് വളർത്തി. എന്നെ ഗൾഫിലേക്ക് അയച്ചു. ഞാനൊരു മാധ്യമപ്രവർത്തനാണ്. ഞാൻ ഗൾഫിൽ 23 വർഷമായിട്ട് അവിടെ ഒരു പത്രത്തിൻ്റെ ബ്യൂറോ ചീഫാണ്. അപ്പോൾ എന്നെ ഈ കാലം മുഴുവൻ എന്നെ സംരക്ഷിച്ചതൊക്കെ എൻ്റെ ഉമ്മയാണ്. അപ്പോൾ അവരാണ് എൻ്റെ ജീവിതത്തിലെ വെളിച്ചം. അവരാണ് ഹീറോ. അമ്മ എന്ന് പറയുമ്പോൾ എല്ലാം അത് തന്നെയാണ് മൈൻഡിൽ. അമ്മ ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളൊരു ഇതാണ്, കൺസെപ്റ്റാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. എല്ലാം അമ്മയെന്ന് പറഞ്ഞാൽ എല്ലാം ആണല്ലോ. നമ്മളെ സ്നേഹം ലൈഫ് മൊത്തം അമ്മയാണല്ലോ. നമുക്കൊരു ആപത്ത് വന്നാലും അമ്മയെന്നല്ലേ വിളിക്കുന്നത്. അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ ദൈവതുല്യമാണ്, ഈശ്വരതുല്യമാണ്, ഗുരുവാണ്, ഈശ്വരാണ്, എല്ലാമാണ്. നമുക്ക് പ്രസവം തന്ന നമ്മളെ ജനിപ്പിച്ച അമ്മയാണ്. നമ്മളെ 10 മാസം ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ പൊന്നുപോലെ നോക്കി അവരുടെ മരണകാലം വരെ നമ്മളെ നന്നായി നോക്കുന്ന ഒരു അമ്മയാണ്. അത് വില കൽപ്പിക്കുന്ന അമ്മയാണ്. നമ്മുടെ ദൈവമായിട്ട് ഉണ്ടാവും. ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ഹാപ്പിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാവും. നമ്മൾ എത്ര സ്നേഹിച്ചാലും അമ്മമാരുടെ സ്നേഹത്തിന് പകരാവില്ല. നമുക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്ന അത്രത്തോളം കഷ്ടപ്പെടുന്നതാണ് അമ്മ. അയ്യോ, പെട്ടെന്നൊന്നും വരുന്നില്ല. ഒരു വാക്കായിട്ട് എങ്ങനെയാണ് അമ്മനെ കുറിച്ച് പറയുക? പെട്ടെന്ന് പറയാൻ പറഞ്ഞ ഒരു വാക്ക് കിട്ടത്തില്ല. എന്നാലും അമ്മ എന്ന് പറയുമ്പോൾ അമ്മയാണ് എല്ലാം. പ്രത്യേകിച്ചൊരു വാക്കൊന്നും അമ്മയെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. അമ്മയില്ലാതെ നമ്മളുണ്ടാവില്ലല്ലോ. അപ്പോൾ അമ്മയാണ് ഏറ്റവും ബെസ്റ്റ്. അമ്മ എന്ന് വെക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന സ്വന്തം അമ്മ തന്നെയാണ്. പിന്നെ സ്വന്തം അമ്മേനെ കുറിച്ചിട്ട് പറയാനേ നമുക്ക് വാക്കുകൾ ഒതുങ്ങില്ലല്ലോ. എന്ത് പറഞ്ഞാലും നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും പിന്നിൽ സ്വന്തം അമ്മ തന്നെയാണ്. നമുക്ക് തന്ന എല്ലാ സപ്പോർട്ടും തന്ന ഉപദേശങ്ങളും അതൊക്കെ അത് തന്നെയാണ് ഏറ്റവും ആദ്യം മൈൻഡിൽ ഓർമ്മ വരുന്നത്. സിറ്റുവേഷനാണോ? സേഫ് പ്ലേസ്. അങ്ങനെ സേഫാണ്. അമ്മടുത്ത് നമുക്ക് എന്തും തുറന്ന് പറയാം. എസ്പെഷ്യലി ഫോർ ഗേൾസൊക്കെ ചെറുപ്പം മുതൽ അമ്മയില്ലാണ്ട് ഒന്നും പറ്റില്ല. വീട്ടിലാണെങ്കിലും അമ്മൻ്റെ ഒരു പ്രസൻസ് നമുക്ക് വേണം. അത് ആർക്കും റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കുടുംബത്തിൻ്റെ ഒരു തണഞ്ഞെന്ന് തന്നെ പറയാലോ. അമ്മ തന്നെ അമ്മ വേണം. അമ്മയുടെ പറ്റില്ലല്ലോ. അമ്മയാണ് നമ്മുടെ ബേസ്മെൻ്റ്. എല്ലാത്തിനും ബേസ്മെൻ്റ് അവരാണ്. അത്രേ ഉള്ളൂ. എന്താണെങ്കിലും നമ്മുടെ ഒരു സന്തോഷം സങ്കടം എന്തും ഓടി വന്ന് അമ്മ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോവുക. ആ ഒരു ഇതാണ്. സെയിം തന്നെ. നമുക്ക് അമ്മ പെട്ടെന്ന് നമ്മൾ സങ്കടം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ പെട്ടെന്ന് ആലോചിക്കുന്ന അമ്മയായിരിക്കും. അമ്മ എന്ന് പറയുമ്പോൾ വളരെയധികം അമ്മയെ നമ്മൾ സ്നേഹിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. വളരെ വൃദ്ധസദനങ്ങൾ ഏറെ കൂടിയ നമ്മളെ കേരളം മൊത്തത്തിൽ നോക്കുമ്പോൾ
വൃദ്ധസദനങ്ങൾ ഏറ്റവും കൂടുതലുള്ളൊരു ജില്ലയായിട്ടാണ് തോന്നുന്നത് എനിക്ക്. അപ്പോൾ അമ്മയെ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു അമ്മയല്ല. മാതൃദിനം എന്ന് പറയുമ്പോൾ അമ്മയെ കൂട്ടിച്ചേർക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഒരു അതെ 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 അപ്പോൾ ആ ഉപേക്ഷിക്കേണ്ടതല്ല അമ്മയെ ഒരിക്കലും. നമ്മളവരെ കൂട്ടിച്ചേർത്ത് നമ്മളെ എത്രത്തോളം വളർത്തിയോ അതേപോലെ അവരെ വളരെയധികം സ്നേഹിക്കണം എന്നാണ് എൻ്റെ നിഗമനം. പിന്നെ ഈ പറഞ്ഞതൊക്കെ തന്നെ നമുക്ക് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ആളല്ലേ, വ്യക്തിയല്ലേ ഉമ്മ. അപ്പോൾ ഉമ്മാനെ നമ്മളെത്രത്തോളം ഇനി സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സ്നേഹം കൊടുക്കുക, അതൊക്കെ തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. വേറെ ഉമ്മാനെ പറഞ്ഞോ ഉമ്മ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമ്മയാണല്ലോ. രാവിലെ എണിച്ച മുതൽ വൈകുന്നേരം രാത്രി വരെ, ഇനിയിപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായാലും ഉമ്മ പറഞ്ഞാൽ അതൊരു ഫീല് വേറെയാണ്. പിന്നെ മാതൃസ്നേഹം പറയുമ്പോൾ അത് വേറെ ആരും എന്ത് സ്നേഹിച്ചാലും അതിൻ്റെ അത്ര നമുക്കൊരു സെക്യൂറും എല്ലാ കാര്യം തുറന്നു പറയാനുള്ളതൊക്കെ ഒരു ഉമ്മാൻ്റെ ഒരു അങ്ങനെ തന്നെയാണ്. ഉമ്മ പറഞ്ഞാൽ ഞങ്ങളുടെ ഇതിൽ പറയുകയാണെങ്കിൽ സ്വർഗമാണ്. ഉമ്മാൻ്റെ കാലടിയിലാണ് സ്വർഗം വന്ന പോലെ. എന്താ ഉമ്മ തന്നെയാണ് എൻ്റെ ഉമ്മ. പിന്നെന്താ സന്തോഷം, അതാണ് ഉമ്മ നാളേക്ക് ആദ്യം വരുന്നത്. ആ അങ്ങനെ തന്നെ. ഉമ്മ നല്ല ഓർമ്മയാണ്. അത് ചെറുപ്പം മുതലല്ലേ ഒരുപാട് പറയാനുണ്ട്. അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം. നമ്മുടെ അമ്മയില്ലാതെ നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഒരു ഇതല്ലേ, നമ്മളെന്നും വീട്ടിൽ വരുമ്പോൾ ആദ്യം അമ്മയെ, അച്ഛനേക്കാളും കൂടുതൽ നമ്മൾ അമ്മയെന്നല്ലേ അമ്മ പ്രതീക്ഷിച്ചിട്ടല്ലേ നമ്മളിരിക്കുക. അപ്പോൾ അമ്മ ഒരു ദിവസം ഇല്ലാതിരിക്കുന്നത് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു ഇതായിരിക്കും. അതാണ് ഇല്ല അമ്മയെ സ്നേഹിക്കുന്നവരാരും അങ്ങനെ ഉപേക്ഷിക്കില്ല. അതല്ലാത്ത ആൾക്കാരാണ് അമ്മയെ ഉപേക്ഷിക്കുക. അതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്.